നമസ്കാരം. ഞാൻ വൈദ്യർ സെൽവരാജ് മൂപ്പണാറാണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇന്നും ഒരു ഒറ്റമൂലി മരുന്ന് പരിചയപ്പെടുത്താനാണ്. നിങ്ങൾ നേരത്തെയൊക്കെ കാണുന്നവർ കാണും. എൻ്റെ വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം. ഞാൻ ഓരോ അസുഖങ്ങൾക്ക് ഓരോ ഒറ്റമൂലി മരുന്നുകളാണ് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇനിയുള്ള കാലങ്ങളിൽ ഈ ആരും നമ്മളെ ഈ പണ്ടത്തെ നാട്ടുമരുന്നിനെ കുറിച്ച് അറിവില്ല. എല്ലാവരും ആയുർവേദം വേറെ, നാട്ടുമരുന്ന് വേറെയാണ്. രണ്ടാണ്. ആയുർവേദവും നാട്ടുമരുന്നും തമ്മിൽ വ്യത്യാസം എന്ന് പറയുന്നത്, ഈ ആയുർവേദം എന്ന് പറയുന്നത് ഗ്രന്ഥത്തിൽ നിന്ന് എടുക്കുന്നതാണ്. അവർ വിദ്യാഭ്യാസത്തിൽ കൂടെ വരണതാണ്. ഗ്രന്ഥത്തിൽ നിന്ന് വരണതാണ് ആയുർവേദം. നാട്ടുമരുന്ന് പറയുന്നതെന്ന് വെച്ചാൽ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ് ഈ നാട്ടുമരുന്ന്. നാട്ടുമരുന്ന് പറയുന്നത് നമ്മളെ മുന്നൂറ് കാലം എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യനുണ്ടായ കാലം മുതൽ ഉപയോഗിച്ച് വന്നിരുന്ന ഒരു സംഭവമാണ് നാട്ടുമരുന്ന് പറയുന്നത്. ഈ അലോപ്പതി, ആയുർവേദം ഇതെല്ലാം പിന്നെ നമ്മൾ മോഡൽ വിദ്യാഭ്യാസം വന്ന കണക്ക് അലോപ്പതി, ആയുർവേദമായിട്ട് ഇങ്ങനെ നമ്മൾ വന്നുകൊണ്ടിരുന്നതാണ്. എന്നാൽ യഥാർത്ഥ മരുന്നെന്ന് പറയുന്നത് നാട്ടുമരുന്നാണ്. നാട്ടുമരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ നമ്മളെ മുന്നോറ കാലത്ത് മുന്നോറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ ഉണ്ടായ കാലം മുതൽ നമുക്ക് ഔഷധം, മരുന്ന് എല്ലാം ഉണ്ട്. നമ്മൾ ഈ ഭൂമിയിലിருந்து അനുഭവിച്ചറിഞ്ഞ് വന്നതാണ്. ഇതൊന്നും ആരും പറഞ്ഞു കൊടുത്ത് ചെയ്യുന്നതല്ല. ശരിക്കും ഓരോ കുടുംബക്കാരിലും ഓരോ കഴിവുണ്ട്. അതാണ് ഈ പാരമ്പര്യ ചികിത്സ എന്ന് പറയുന്നത്. നാട്ടുമരുന്ന് പാരമ്പര്യ ചികിത്സ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. പാരമ്പര്യം എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഒരുപാട് പേര് വേറെ ആളുകളടുത്ത് ചെന്ന് പഠിച്ചിട്ട് ചെയ്യുന്നവരുണ്ട്. ഒരുപാട് പേര് അത് പാരമ്പര്യ ചികിത്സ എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ കുടുംബ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അച്ഛനപ്പൂപ്പന്മാർ കാലം മുതൽ നമ്മൾ ഈ ചികിത്സ ചെയ്തു വരുന്നവരായിരിക്കും. അതാണ് യഥാർത്ഥ കുടുംബ പാരമ്പര്യം എന്ന് പറയുന്നത്. ആ ചികിത്സയിൽ കൂടെ വരുന്നതാണ് ഈ നാട്ടുമരുന്ന് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നാട്ടുമരുന്നിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഞാൻ പറയുന്ന മരുന്നുകളെന്ന് വെച്ചാൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളടുത്ത് ഒരുപാട് കാലം ഇരിക്കില്ല. നമ്മളെ ഈ പറഞ്ഞ കണക്കിന് കുളിയ കണക്കോ ഒരു പുളിയൊക്കെ നമ്മൾ ചെയ്യുന്ന കുളിയായിട്ടോ മറ്റേ അരിഷ്ടം ഇങ്ങനെയൊക്കെ കൊണ്ട് വേറെ രീതിയിൽ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ ഒരുപാട് കാലം ഇരിക്കില്ല. ഈ നാട്ടുമരുന്നെന്ന് പറയുന്ന സാധനത്തിന് കുളിയാക്കാൻ പറ്റില്ല. ഒന്ന് കഷായം, അല്ലെങ്കിൽ ഈ പച്ചിലകൾ എടുത്ത് പച്ചിലയും കാര്യങ്ങളൊക്കെ ചേർത്ത് അരച്ച് ഉരുളിനായിട്ട് ഉരുട്ടി അതൊരു ഉരുള പരുവത്തിൽ നമുക്ക് ചെയ്താണ്. അത് അന്നത്തെ കാലത്ത് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതാണ് കുളിയ. അന്ന് നമ്മളിങ്ങനെ കയ്യിൽ ഉരുട്ടി നമ്മൾ കൂട്ടുമരുന്ന് ചേർത്ത് അതിനുള്ള മഷി പോലെ അരച്ച് നല്ല കൈ കൊണ്ട് തന്നെ ഉരുളയായി നമുക്ക് ഒരളവ് ഒരു നേരം കഴിക്കേണ്ട അളവിനനുസരിച്ച് മരുന്നെടുത്ത് ഉരുളയായി പിടിച്ച് അതിനെ ഉണക്കി വെയിലത്ത് വെച്ച് ഉണക്കി പാകം ചെയ്ത് വെച്ചിട്ട് പിന്നെ രോഗികൾക്ക് ഈ കഷായം കൊടുക്കണം. ഈ കഷായത്തിൽ കൂടെ ഉറച്ച് കഴിക്കാനുള്ള സംഭവമാക്കിയാണ് പണ്ട് നമ്മൾ മുന്നോറ കാലത്ത് നമ്മൾ ചെയ്തു വന്നത്. ഈ സാധനങ്ങളൊന്നും നമ്മൾ മാർക്കറ്റിൽ വിൽക്കാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങൾ മാർക്കറ്റിൽ വിൽക്കാൻ പറ്റില്ലെന്ന് വെച്ചാൽ ഇത് ഈ പറഞ്ഞ കെമിക്കലൊന്നും ചേർക്കണതല്ല. കെമിക്കൽ ചേർത്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ വിൽക്കാം, നമ്മൾ കടയിൽ വിൽക്കുന്ന സാധനം നമുക്ക് അതിലെല്ലാം പ്രോസസ്സിന് വേണ്ടി നമ്മൾ കെമിക്കൽ ചേർക്കും. എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഒരു അച്ചാർ ഇട്ടാൽ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്ന അച്ചാർ 4-5 ദിവസത്തേക്ക് ഇരിക്കില്ല, കുറേ കാലത്തേക്ക് ഇരിക്കില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ നാച്ചുറലായിട്ട് ചെയ്യും. അതുകൊണ്ട് അത് സ്റ്റോക്ക് ഇരിക്കില്ല, വച്ചിരുന്ന് കഴിക്കാൻ പറ്റില്ല, അത് ചീത്തയായിപ്പോവും. മറ്റേ ഈ ബിസിനസ്സിന് വേണ്ടി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഈ ഇരിക്കാൻ വേണ്ടി നമ്മൾ കുറേ കെമിക്കൽക്ക് ചേർക്കുന്നതാണ് ആളുകൾ. എന്ന് പറഞ്ഞാൽ ഒരു സാധനം ഈ സ്റ്റോക്ക് ചെയ്ത് വെക്കാനായിട്ട് കെമിക്കൽ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം നാച്ചുറലല്ല. കാരണം നാച്ചുറലായിട്ട് കഴിക്കുന്നതിനായിട്ട് ഒരു ബന്ധവുമില്ല. നാച്ചുറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ആ സമയത്ത് കഴിക്കുന്നത് മാത്രമാണ്. നമ്മൾ പറയുന്ന സമയങ്ങളിൽ മാത്രമേ അത് ഇരിക്കൂ. ഇപ്പോൾ ഞങ്ങൾ കഷായം ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസമായി പൊളിച്ചു പോകും.
നമ്മൾ പാടുപെട്ട് കുറേ മരുന്നുകൾ പിന്നെ പൈസ കൊടുത്ത് വാങ്ങണവരാണെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങി ഒരുപാട് പൈസ ഉള്ള സാധനങ്ങൾ ഉണ്ടാക്കി. അതല്ലെങ്കിൽ നമ്മൾ ദിവസങ്ങളോളം മെനക്കെട്ട് നമ്മൾ മരുന്നുകളെടുത്ത് കുറഞ്ഞത് 2 മാസം 3 മാസം ആകും ഒരു മരുന്ന് സെറ്റ് ചെയ്യാൻ. കാര്യം അതൊക്കെ പാടുണ്ട്. ഒരു മരുന്ന് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. ഇത്രയും ചെയ്ത് ഈ പറഞ്ഞ കണക്കിന് നമ്മൾ അത് ഒരാളിന് കൊടുക്കാൻ സമയത്തിന് നമ്മൾ നോക്കുമ്പോൾ ഒരു ദിവസമേ അത് പുറത്തിരിക്കുകയുള്ളൂ. നമ്മൾ കഷായമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കഷായമായിട്ടാണ് ശരിക്കുമുള്ള മരുന്നുകൾ കൊടുക്കേണ്ടത്. ഈ കഷായം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസമേ അത് പുറത്ത് വെച്ചേക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ ആ മരുന്ന് പുളിച്ചു പോകും. നമ്മൾ മരുന്ന് ഈ നാട്ടുമരുന്നിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഭക്ഷണവും മരുന്നും കൂടെ രണ്ടും ഒരേ കണക്ക് തന്നെയാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും ഇരുന്നാൽ ചീത്തയായി പോകും. എന്നാൽ നമ്മൾ മരുന്ന് കഴിച്ചാൽ മരുന്നും ഇരുന്നാൽ ചീത്തയായി പോകും, വെളിയിൽ വെച്ചിരുന്നാൽ ചീത്തയായി പോകും. അപ്പോൾ അത് എടുക്കുന്ന സമയത്ത് തന്നെ കഴിക്കണം. ഇതാണ് ശരിക്കുള്ള നാട്ടുമരുന്ന്. ഈ നേച്ചുറൽ മരുന്നെന്ന് പറയും. നേച്ചുറലായിട്ട് നമ്മൾ പിന്നെ പണ്ടത്തെ പാരമ്പര്യ വൈദ്യർ കൈകാര്യം ചെയ്തു വന്ന മരുന്നുകൾ. ഈ മരുന്നെന്ന് പറഞ്ഞാൽ ഒന്ന് കഷായമോ പുളിയയോ ആക്കി വെച്ച് അങ്ങനെയും നമ്മൾ കഴിക്കാം. അല്ലെങ്കിൽ പൊടിയാക്കിയിടണം, പൗഡറാക്കിയിട്ട് ആ പൗഡർ ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് കഴിക്കാനേ പറ്റുള്ളൂ. എന്നും പറഞ്ഞുകൊണ്ട് പൗഡറെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പച്ചില പൗഡറിന് പകരം കെമിക്കലാണ് ആളുകൾ കൊടുക്കുന്നത്. ചിത്തവൈദ്യം എന്നാണ് പറയുന്നത്. ഈ സിദ്ധവൈദ്യം എന്ന് പറയുന്നതിന് ഒരുപാട് വ്യത്യാസമുണ്ട്. ദയവേത് ഈ സിദ്ധവൈദ്യത്തിന് നിങ്ങളൊന്ന് സൂക്ഷിക്കണം. കാര്യം സിദ്ധവൈദ്യം എന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്ന സാധനങ്ങൾ വളരെ സൂക്ഷിച്ചേ വാങ്ങിച്ച് കഴിക്കാവൂ. കാരണം എന്ന് വെച്ചാൽ ഈ സിദ്ധവൈദ്യം എന്ന് പറയുന്നതിന് പണ്ട് കാലത്ത് നമ്മളെ മുന്നോര് ഋഷിമാർ കാലത്തിൽ ഈ മഹർഷിമാരാണ് മരുന്നുകൾ ഉണ്ടാക്കിയത്. അത് അവരുടെ ആ സിത്തിൻ്റെ കഴിവ് കൊണ്ട് മരുന്ന് അവർ കൈകാര്യം ചെയ്തതാണ് ആ സിദ്ധവൈദ്യം എന്ന് പറയുന്നത്. ഇന്നാരും അതുപോലെ സിദ്ധന്മാരാരുമില്ല. സിദ്ധവൈദ്യം ചെയ്യാൻ സിദ്ധന്മാരാരുമില്ല. സിദ്ധരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ധന്മാരുണ്ടെങ്കിൽ സിദ്ധവൈദ്യം ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് എല്ലാവരും പൈസ ഉണ്ടാക്കണം, അങ്ങനെയാണ് അവർ മരുന്നുണ്ടാക്കുന്നത്. അപ്പോൾ അത് കണക്ക് നിങ്ങൾ വാങ്ങിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കാര്യം നാട്ടുമരുന്നാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനം, നിങ്ങൾക്ക് ഒരുപാട് ഈ അസുഖങ്ങൾ വരെയുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആളുകളെടുത്ത് നമ്മൾ മരുന്ന് വാങ്ങിച്ചു കഴിയും. എന്ന് പറഞ്ഞാൽ സിദ്ധം മരുന്ന് എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ അലോപ്പതി മരുന്ന്. അന്ന് സിദ്ധമരുന്നായിട്ട് ഈ സിദ്ധരുണ്ടാക്കിയ സാധനങ്ങളാണ് ഇന്ന് നമ്മൾ അലോപ്പതിയായിട്ട് കൊടുക്കുന്നത്. അലോപ്പതി മരുന്ന് നമ്മൾ വാങ്ങിക്കണം. കാര്യം അവർ ഈ കണക്കിന് ഈ ഒരുപാട് ഈ മരുന്നെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വിഷാംശം ഉള്ളതിൽ എന്താണ് മരുന്നായി വേർതിരിക്കുന്നത്. ഈ സിദ്ധമരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ധമരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാരറ്റ് കഴിക്കുന്നതല്ല. ഈ ഒറ്റമൂലി മരുന്നായിട്ട് വരുന്നതല്ല. സിദ്ധമരുന്നെന്ന് പറഞ്ഞാൽ അത് പ്രത്യേകതയാണ്. അത് ഈ പിന്നെ ശരിക്കും പറഞ്ഞാൽ വിഷാംശമുള്ള മരുന്നുകളാണ്. വിഷാംശമുള്ള സാധനത്തിലിരുന്ന് അതിനെ നമ്മൾ വേർതിരിച്ചെടുക്കുന്നതാണ് മരുന്നായിട്ട് ടൈലോട്ടായി വരുന്നത്. അതാണ് പണ്ടത്തെ ആൾക്കാർ സിദ്ധർ ചെയ്തിട്ടുള്ളത്. അതിനെയാണ് പിന്നെ ഈ പറഞ്ഞ കണക്കിന് അപ്പോൾ ആയുർവേദക്കാർ, അലോപ്പതിക്കാരും ആയുർവേദക്കാരും ചെയ്യുന്നത്. രണ്ടുപേരും ഇത് തന്നെയാണ് സംഭവം. ഈ മെറ്റൽസുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അലോപ്പതി ആയാലും അവർ ഒരു സൈസ് മെറ്റൽസ് ഉപയോഗിച്ചാണ് അവർ ഗുളിക മരുന്നുകളായിട്ട് ചെയ്യുന്നത്. അതേസമയം ആയുർവേദക്കാരാണെങ്കിൽ അവരും കുറേ മെറ്റൽസുകൾ ഉപയോഗിച്ചാണ് ഈ മരുന്ന് അവർ നിർമ്മിക്കാൻ കഴിയുന്നത്. അല്ലാതെ ഒരു കാരണവശാൽ നാച്ചുറൽ മരുന്ന് അതിൽ വരില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നാച്ചുറലായിട്ടുള്ള മരുന്ന് നിങ്ങൾക്ക് കിട്ടത്തില്ല. ഇത് ശരിക്കും പിന്നെ അന്ന് സിത്തർ ചെയ്തത്. പക്ഷേ അതിന് ഇന്ന് നമുക്ക് ലാബിൽ പരിശോധിച്ചാണ് ഇതിൻ്റെ മരുന്നുകൾ ഉണ്ടാക്കുന്നത് ഇപ്പം. കാരണം എന്ന് വെച്ചാൽ ഈ വിഷാംശത്തിൽ ഇരുന്നാണ് മരുന്നായിട്ട് വേർതിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ വിഷാംശം എത്ര ശതമാനമാണ് നമുക്ക് വേണ്ടത്, ഈ രോഗത്തിന് ഈ വിഷാംശത്തിൻ്റെ പാകം എത്ര ശതമാനമാണ് പുടമിടും, ഈ പിന്നെ പുടമൊക്കെ ഈ സിദ്ധന്മാർ പുടമിട്ടാണ് എടുക്കുന്നത്. അവർക്ക് അന്ന് സിദ്ധം ഉള്ളത് കൊണ്ട് അവർക്ക് ലാഭം വേണ്ട. കാര്യം അവർ ദൈവത്തിന് തുല്യമാണ്. അവർ ഈ പറഞ്ഞ കണക്കിന് നമ്മൾ ഇന്നത്തെ മനുഷ്യന്മാരെ പോലെ അല്ല ജീവിച്ചത്, ദൈവത്തിന് തുല്യമായിട്ട് ജീവിച്ചവരാണ്. അവരാണ് ഈ പറഞ്ഞ കണക്കിന് വിഷത്തിന് മരുന്നായി മുറിച്ച് കൊടുത്തത്, നമുക്കുള്ളിൽ കൊടുക്കുന്നത്. അതെന്തിനാണ് കൊടുക്കാനെന്ന് വെച്ചാൽ നമുക്ക് ഈ വൈറസുകൾ കൊണ്ടാണ് നമുക്ക് പ്രശ്നം ഉള്ളത്. ഓരോ വൈറസുകൾ സംഭവിക്കുന്നത്, പിന്നെ ഈ ഒരേ വൈറസ് കൊണ്ടാണ് നമുക്ക് രോഗങ്ങൾ വരുന്നത്.
ആ രോഗം വരുത്തുന്ന വൈറസിനെ നശിപ്പിക്കാൻ. അപ്പോൾ അത് വിഷാംശം തന്നെയല്ലേ വാങ്ങും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ആ വിഷാംശത്തിനകത്ത് മുറിച്ച് ഇവർ മരുന്നായിട്ട് അതിനെയാണ് ഇപ്പോൾ ഡൈവേർട്ട് ചെയ്ത് പിന്നെ ലാബിൽ നമ്മൾ പരിശോധിച്ച് അലോപ്പതിക്കാർ മരുന്ന് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇനി സിദ്ധ വൈദ്യം തന്നെയാണ് ഈ അലോപ്പതി വൈദ്യം. പണ്ടത്തെ സിദ്ധ വൈദ്യം ഇപ്പോൾ അലോപ്പതി വൈദ്യമായി മാറിയിട്ട് ഇത് അലോപ്പതി ചികിത്സയായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ സിദ്ധ വൈദ്യം എന്നുള്ളത് പിന്നെ പണ്ട് ഇന്നും രണ്ടാണ്. പണ്ടത്തെ സിദ്ധന്മാർ ഉണ്ടാക്കിയാൽ ഓക്കെ. കാര്യം അത്രയ്ക്ക് സിത്തെടുത്ത് നമ്മൾ ചെയ്താൽ മാത്രമേ സിദ്ധ വൈദ്യം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു കാരണവശാലും സിദ്ധ വൈദ്യം നമുക്ക് ചെയ്യാൻ ഉള്ള ഒരു ഇതില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതുകൊണ്ട് സിദ്ധ വൈദ്യം വേറെ, നാട്ടുവൈദ്യം വേറെ, പിന്നെ ആയുർവേദ അലോപ്പതി വൈദ്യം വേറെ. ഈ അലോപ്പതി ഈ സിദ്ധ വൈദ്യത്തിലിരുന്നാണ് ആയുർവേദ അലോപ്പതിയായിട്ട് രണ്ടായിട്ട് മാറിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞ സിദ്ധ വൈദ്യമാണ്. എന്നാൽ നാട്ടുമരുന്ന് അലോപ്പതി ആയുർവേദമായിട്ട് മാറിയിട്ടില്ല. കാര്യം നാട്ടുമരുന്ന് അതിന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഈ നാട്ടുമരുന്നിന് അതേ കണക്ക് പൗർവം നമ്മൾ ഭക്ഷണം കണക്ക് കഴിക്കേണ്ടതാണ് നാട്ടുമരുന്നെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് പകരം നമ്മൾ കുറച്ച് പച്ചിലയിലൊക്കെ കഴിക്കുമ്പോൾ അത് നാട്ടുമരുന്നായിട്ട് മാറും. മരുന്നേ ഉണവേ മരുന്ന് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ണുന്ന പിന്നെ ഊണേ മരുന്നെന്നാണ് പറയുന്നത്. നമ്മൾ ഭക്ഷണമേ മരുന്നായിട്ടാണ് മാറുന്നത്. കഴിക്കുന്ന ഭക്ഷണമാണ് മരുന്ന്, ഭക്ഷണത്തിന് ഭക്ഷണമാവും, മരുന്നിന് മരുന്നും. അതാണ് നാട്ടുമരുന്ന് പറയുന്നത്. അതുകൊണ്ട് നാട്ടുമരുന്ന് നാട്ടു ചികിത്സയെ എന്ന് പറയുന്നത് ആണ് ഈ പാരമ്പര്യത്തിൽ കൂടെ വരുന്നത്. അല്ലാതെ സിദ്ധമരുന്ന് വൈദ്യം പാരമ്പര്യം നമുക്കിപ്പോൾ നിലനിൽക്കില്ല. കാര്യം എന്ന് പറഞ്ഞാൽ പിന്നുള്ളവർ, അതായത് ഒരു സിത്തർ വീണ്ടും മക്കൾക്ക് സിത്ത് കിട്ടണമെന്നില്ല. അത് കൈമാറി വരാൻ പറ്റില്ല. അത് ആ വ്യക്തിക്ക് കഴിയും. സിദ്ധമരുന്ന് ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സിദ്ധമരുന്ന് ഒരു സിത്ത് ഉള്ള ഒരു വ്യക്തിക്ക് സിദ്ധമരുന്ന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അവരുടെ അടുത്ത് ഒരാൾ പഠിച്ചെന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഈ പരുവത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ പരുവമുണ്ട്. ആ പരുവം തെറ്റിയാൽ പോയി, എല്ലാം തീരുന്നു. അതാണ് നമുക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നത്. ഇനി നമ്മൾ അലോപ്പതി മരുന്ന് കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണ്? ഈ വിഷത്തിലിരുന്നാണ് നമ്മൾ ഈ മരുന്നായി ഉപയോഗിക്കുന്നത്. വിഷാംശമുള്ള വസ്തുക്കൾ, മെറ്റലുകൾ, അതിലിരുന്നാണ് നമ്മൾ മരുന്ന് നിർമ്മിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിർമ്മിക്കുമ്പോൾ എത്ര ശതമാനം ഈ രോഗാണുക്കളെ നശിപ്പിക്കാൻ എത്ര ശതമാനം പിന്നെ മരുന്നാണ് നമുക്ക് വേണം, എത്ര ശതമാനം വിഷത്തിൻ്റെ അംശമാണ് വേണ്ടതെന്നുള്ളത് കണക്കുണ്ട്. കാര്യം വിഷത്തിനെ കൊണ്ട് ഈ ഒരു വിഷാംശം എന്ന് പറയുന്നത് വിഷാംശം ഉള്ളതിനെ കൊണ്ട് ഈ പറഞ്ഞ കണക്കിന് ഈ അണുക്കളെ നശിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വിഷാംശം എടുക്കുന്ന വിഷാംശം കൂടിപ്പോയാൽ നമ്മൾ തട്ടിപ്പോവും. അല്ലെങ്കിൽ അതുകൊണ്ട് നമ്മൾ ശകലം കൂടിയാൽ മതി. ആ ശകലം കൂടുന്നതാണ് ഈ പറയുന്നത് കിഡ്നി, നമ്മളെ കരൾ, മറ്റത് മരിച്ചതിനെ അടിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അലോപ്പതി മരുന്ന് കഴിച്ചാൽ ഈ സാധനങ്ങൾ ബാക്കിയുള്ളത് അടിച്ചു പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് ഈ വിഷാംശത്തിനാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. വിഷാംശം ഇരിക്കുന്ന സാധനം അത് എത്രയാണ് അളവെന്നുള്ളത് കൃത്യമായിട്ട് നോക്കി അത് ചെയ്തവർക്ക് അതിനാണ് അന്ന് സിദ്ധന്മാരുണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് തുല്യമാണ് സിദ്ധർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്രത്തോളം പിന്നെ മഹത്വമുള്ള മനുഷ്യർ അന്ന് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആ സിദ്ധവൈദ്യം നടത്തിയത്. പിന്നെ അതേസമയം ഇന്ന് ആ സിദ്ധവൈദ്യത്തിൽ നിന്നാണ് ഈ അലോപ്പതി ആയുർവേദം ഉള്ളത്. ഈ സിദ്ധവൈദ്യത്തിനെ തന്നെയാണ് അവർ പിന്നെ സായിപ്പന്മാർ കൊണ്ടുപോയി അലോപ്പതി ആയിട്ട് തിരിച്ചു വന്നിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. നമുക്ക് ഏതാണ് സത്യം നമുക്കറിയില്ല. അലോപ്പതി പിന്നെ ഈ അംശം, ഈ സിദ്ധവൈദ്യത്തിൻ്റെ അംശം തന്നെയാണ് ഈ അലോപ്പതി മരുന്നിലുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടേ ഈ അലോപ്പതി മരുന്നിൽ വരുന്ന മെറ്റൽസുകളൊക്കെ ഉപയോഗിച്ച് സിത്തറുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് മരുന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഐഡിയ വരുന്നത്. എന്നാൽ ഈ സിദ്ധവൈദ്യം അല്ല ഞാൻ ചെയ്യുന്നത് നാട്ടുവൈദ്യമാണ്. നാട്ടുവൈദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനപ്പന്മാരുടെ കാലത്ത് അനുഭവിച്ചറിഞ്ഞ് വരുന്ന മരുന്നാണ് നമ്മൾ നാട്ടു ചികിത്സ എന്ന് പറയുന്നത്. നാട്ടു ചികിത്സ എന്ന് പറയുന്നതിൻ്റെ ശരിക്കുമുള്ള ഒരു
അച്ഛനപ്പന്മാർ എല്ലാം ഇരുന്ന് നമ്മൾ ഇപ്പോൾ അവർ വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കില്ല. അപ്പോൾ ഒരാളിന് ഒരു കുടുംബത്തിലെ ഒരു കഴിവുണ്ടെങ്കിൽ അത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കില്ല, അതിന് കഴിവുള്ളവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. അങ്ങനെ ആ പാരമ്പര്യം, ആ കുടുംബം, അതാണ് ഈ പാരമ്പര്യ ചികിത്സ എന്ന് പറഞ്ഞത്. ഇത് ഞങ്ങൾ ചെയ്തു വരുന്നത് ഈ മെറ്റൽസ് കൊണ്ട് അല്ല. ശരിക്കും നമ്മൾ ഈ ഭക്ഷണമേ മരുന്ന്, ഇതാണ് സത്യം. ഭക്ഷണം കഴിക്കുന്ന നമ്മൾ കഴിക്കുന്ന സാധനത്തിന് തന്നെ മരുന്നായിട്ട് ഉപയോഗിക്കും. ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ് മരുന്നായിട്ട് മാറ്റും. അത് കുറേ മരുന്നുകൾ നമ്മൾ അങ്ങനെയാണ് നമ്മൾ ഈ അന്നത്തെ ഉള്ള ആൾക്കാർ ഈ സാധനങ്ങളെല്ലാം നമ്മൾ ചേർത്ത് നമ്മൾ ഒരു കൂട്ടുണ്ടാക്കിയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു സാമ്പാർ ഔഷധക്കൂട്ടാണ്. ഈ സാമ്പാർ ഉണ്ടാക്കിയാണെന്ന് പറഞ്ഞാൽ അത് ഔഷധക്കൂട്ടാണ്. ഒരു കറി ഉണ്ടാക്കണമെങ്കിൽ അത് ഔഷധക്കൂട്ടാണ്. അന്ന് ഇന്നത്തെ പോലെ നെല്ലിലിരുന്ന് അരിയെടുത്ത് നമ്മൾ കഴിച്ച് ജീവിച്ചവരല്ല. ഇതൊക്കെ ഇപ്പോഴും ഒരു കൂടിപ്പോയ ഒരു 20 വർഷം ഇല്ല, 20 ഒരു 200 വർഷത്തിന് ഇപ്പുറത്താണ് ഈ അരി ആഹാരമൊക്കെ നമ്മൾ കഴിച്ച് ശീലിച്ചിട്ടുള്ളതെന്നാണ് എൻ്റെ മുന്നോര് പാട്ടന്മാർ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ പാട്ടന്മാർ പറഞ്ഞിട്ടുള്ളത്. അന്നത്തെ കാലത്തുള്ള നമ്മളെ ഭക്ഷണം എന്ന് പറയുന്നത് ഇപ്പം ഉള്ള ഈ അരി, മരച്ചിനിക്കിഴങ്ങ് വരെ നമ്മളിവിടെ ഉള്ള സാധനമല്ല. നമ്മളിവിടെ ഉള്ള സാധനമുണ്ട്. കാച്ചൽ, ചേമ്പ്, ചേന, ഇങ്ങനെയുള്ള കുറേ ഐറ്റങ്ങളുണ്ട്, കിഴങ്ങ് ഒരുക്കങ്ങൾ. എന്നാൽ മരച്ചിനിയൊക്കെ ഇത് വെളിയിലിരുന്ന് വന്നതാണ്, ഏതോ ഒരു നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പിന്നീട് അത് എൻ്റെ അച്ഛനപ്പന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാതെ മരച്ചിനി എന്ന് പറയുന്ന സാധനമൊന്നും നമ്മളെ ഭക്ഷണമല്ല, ഭക്ഷണത്തിൽ ഉപയോഗിച്ചതല്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ ഉണ്ട്. അത് ഇപ്പം ഞാൻ പറഞ്ഞു പോയാൽ ഒരുപാട് ലെന്താവുന്നുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്രയും ഇതാക്കിയിട്ട് ഇനി മരുന്നിനെ കുറിച്ച് സംസാരിക്കാം. കുറച്ച് മരുന്നിൻ്റെ ഇന്ന് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ശ്വാസമുട്ടലിൻ്റെ മരുന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒറ്റമൂലി മരുന്ന്. ഒരു മരുന്ന് ഞാൻ ഒന്ന് പറഞ്ഞു തരാം. അടുത്ത് ഇങ്ങനെ ഓരോ മരുന്നുകൾ ഞാൻ പറഞ്ഞു വയ്ക്കാം. ഓരോ എപ്പിസോഡിലും ഓരോ വീഡിയോകളിലും ഓരോ മരുന്ന് ഞാൻ പറഞ്ഞു തരാം. ഒറ്റമൂലി മരുന്നുകൾ പറഞ്ഞു തരാം. ഇന്ന് പറയുന്നത് ഈ ശ്വാസമുട്ടലിന് വേണ്ടിയുള്ള ഒരു മരുന്ന് പറഞ്ഞു തരാം. ആ മരുന്ന് നിങ്ങൾ ഞാൻ പറയുന്ന കണക്ക് പാകപ്പെടുത്തി എടുത്ത് കഴിച്ചാൽ ശ്വാസമുട്ടൽ നല്ല കുറവുണ്ടാവും. അത് ഞങ്ങൾ കഴിച്ച് നോക്കുക. കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയുക. ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾ അഭിപ്രായം പറയാം. നിങ്ങൾക്ക് ഗുണമുണ്ടെങ്കിൽ മാത്രം അഭിപ്രായം പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ തന്നെ പറയും. എന്ന് പറഞ്ഞാൽ നമ്മളെ കാലത്തുള്ള മരുന്നുകളൊന്നും ഗുണമില്ലാത്ത മരുന്നുകൾ അന്നുള്ള ആൾക്കാർ എടുത്തിട്ടില്ല. അന്നൊക്കെ ഇന്നത്തെ പോലെ കള്ളന്മാരല്ല, പറ്റിച്ചും വെളുപ്പിച്ചും ജീവിക്കണമെന്നുള്ള താല്പര്യമുള്ളവരല്ല. അന്ന് ജീവിച്ചവരെല്ലാം സത്യസന്ധമായിട്ട് ജീവിച്ചവരാണ്. അതിനാണ് നമ്മളെ ഗുരുകുലത്തെ പഠിച്ചത്. ഞാൻ പഠിച്ചത് ഗുരുകുലമാണ്. ഞാൻ മോഡൽ വിദ്യാഭ്യാസം പഠിച്ചിട്ടില്ല. അപ്പോൾ ഗുരുകുലത്തിൽ പഠിച്ചവർ സത്യസന്ധമായിട്ട് ജീവിക്കാൻ മാത്രമാണ് പഠിപ്പിക്കുന്നത് അന്നത്തെ കാലത്ത്. അല്ലാതെ ഇന്നത്തെ പോലെ അടുത്തവരെ പറ്റിച്ച് വെളുപ്പിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞാൽ ആരും പഠിപ്പിക്കില്ല അന്നത്തെ കാലത്ത്. അതുകൊണ്ട് അന്ന് ആർക്ക് അവരവരെ സ്വാർത്ഥ താല്പര്യം ഇല്ലാത്ത രീതിയിൽ സത്യസന്ധമായിട്ട് ജീവിക്കാനുള്ളതാണ് അന്നത്തെ ഗുരുകുലം പഠിപ്പിച്ചത്. അതുകൊണ്ട് അതിൽ പഠിച്ചതുകൊണ്ട് ഞാൻ നിങ്ങളടുത്ത് ഇത് പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു ഒറ്റമൂലി നിങ്ങൾ കഴിച്ചു നോക്കുക. നല്ല നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു സാധനമാണ്. ഈ ശ്വാസമുട്ടുള്ളവർ ഒരു കാര്യം ശ്രദ്ധിക്കുക. അരസമരം എന്ന് പറഞ്ഞ് അറിയാമോ? ആലെന്ന് പറഞ്ഞ് കൊണ്ട് അരസെന്ന് പറഞ്ഞു. അരസമരം എന്നാണ് പറഞ്ഞത്. ഇതിൽ ഇവർ ഈ ചില ആൾക്കാർക്ക് ആളിനെയും അരസനെയും തിരിച്ചറിഞ്ഞുകൂടാ. പേരാൾ പിന്നെ അരയാൾ പേരാളെന്ന് പറയില്ലേ? അതിൽ ഈ അരയാളെന്ന് പറയുന്നത് അരസമരവും പേരാളെന്ന് പറയുന്നത് യഥാർത്ഥ ആളുമരമാണ്, ആളിനാണ്. ഇതിനെയാണ് അവർ 2 പേര് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ അരസമരം ഒരുപാട് പേർക്ക് തിരിച്ചറിഞ്ഞുകൂടാ. എല്ലാവരും പറയുന്നത് അരസമരം നിൽക്കുന്ന സ്ഥലത്ത് ആളിൻ്റെ മൂടെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ അരസയും ആളായിട്ട് കണക്കാക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു പ്രത്യേകത ഉണ്ട്. അരസമരം എന്നാണ് നിങ്ങൾ ഇതിനെ തിരിച്ചറിയുള്ളവരുടെ ചോദിക്കണം. ഒരുപാട് പേർക്ക് അറിയാനുള്ളവരുണ്ട്, എന്നാൽ അറിഞ്ഞുകൂടാത്തവർ ഒരുപാട് പേരുണ്ട്. അതിൽ അരസമരം എന്ന് പറയുന്ന അരസമരത്തിൽ തന്നെ പോകണം. നമ്മൾ അരസമരം പഴുക്കുന്ന സമയത്ത് പോകണം. അത് എല്ലാ സമയത്തും കിട്ടില്ല, ഒരു സീസണിലേ കിട്ടുള്ളൂ. സീസൺ സമയത്ത് അരസമരം പഴുത്ത് മൂട്ടി വിടും. ആ മൂട്ടി വിടുന്നതിൽ നല്ല എന്ന് പറഞ്ഞാൽ അതിനെ ഉടച്ച് നോക്കണം. പുഴുക്കലുണ്ടെങ്കിൽ അതിലെ പുഴുക്കലെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഈ നല്ല പഴങ്ങൾ മാത്രം ശേഖരിക്കണം. പഴം ഇഷ്ടംപോലെ പൊളിയും.
പൊളിഞ്ഞു വീഴും, പിന്നെ പഴുത്ത് പൊളിഞ്ഞു വീഴുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലങ്ങൾ ചെറിയ ക്ഷേത്രങ്ങളിലേക്കുണ്ട്, ക്ഷേത്രങ്ങളിലേക്കുണ്ട്, ആളുമുണ്ട്, അരസമുണ്ട്. അതിലാണ് നിങ്ങൾ അരസം പറയുന്നത്. ആലിൻ്റെ പഴം അല്ല നമ്മൾ പറയുന്നത്, അരസൻ മരത്തിൻ്റെ പഴമാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. ശ്വാസമുട്ടലിന് ഉപയോഗിക്കേണ്ടത് അരസൻ മരത്തിൻ്റെ പഴമാണ്. ആലിൻ്റെ പഴം വേറെ കാര്യങ്ങൾക്കാണ്, അത് ഞാൻ പിന്നെ പറഞ്ഞു തരാം. അതുകൊണ്ട് ഈ ക്ഷേത്രം ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല വൃത്തിയുള്ള സ്ഥലം തന്നെയായിരിക്കും. അത് ഈ ആഴ്ചയിൽ 2 ദിവസം തുറക്കുന്ന ക്ഷേത്രങ്ങളിലുണ്ടെങ്കിൽ ഈ പറഞ്ഞ സീസണിൽ പോയി കഴിഞ്ഞാൽ ക്ഷേത്ര കാമ്പൗണ്ടിനതിനെ ശരിക്കും തൊളിഞ്ഞു കിടക്കും. ഞങ്ങൾ ഈ നാട്ടുപുറത്ത് ക്ഷേത്രങ്ങളിൽ അങ്ങനെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ചെല്ലുക, ഈ അരസൻ മറ ഇരിക്കുന്ന സ്ഥലത്ത് പോകുക. അരസിൻ്റെ പഴം, അതും കേടില്ലാത്ത, ഈ നമ്മൾ ഇങ്ങനെ വിഴുന്ന് കിടക്കുന്ന പഴത്തിനെടുത്ത് ഇങ്ങനെ പൊട്ടിച്ച് നോക്കണം. പൊട്ടിച്ച് നോക്കുമ്പോൾ പുഴു കാണും, ചിലതിൽ പുഴു ഉണ്ടാകും. ആ പുഴു ഉണ്ടെങ്കിൽ അതിനെടുത്ത് മാറ്റിയിട്ട്, പുഴു ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും എടുത്ത് കളയണ്ട, പുഴുവുള്ള ഭാഗം എടുത്ത് കളഞ്ഞാൽ മതി. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ കഴിഞ്ഞാൽ എല്ലാ പഴത്തിലും പുഴു കയറാതെ പഴം കാണില്ല. ഈ അരസൻ പഴത്തിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആ പുഴുവുള്ള ഭാഗം നമ്മൾ എടുത്ത് കളയണം. എടുത്ത് കളഞ്ഞാൽ പുഴു ഇല്ലാത്ത ഭാഗം നമ്മൾ അതിനെ തിരഞ്ഞെടുക്കണം. അതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത്. ഉടനെ അരസൻ പഴം എന്ന് പറഞ്ഞാൽ എല്ലാ പഴത്തെയും നിങ്ങൾ പിറക്കിക്കൊണ്ടുവന്ന് കളയരുത്. നിങ്ങൾ പിറക്കുന്ന നമ്മൾ ആദ്യം നിങ്ങൾ പഴം പിറക്കി ശേഖരിച്ച് വെച്ച് ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് ഇതിന് നല്ലതും പുഴുവായിട്ട് തിരിഞ്ഞെടുക്കുക. പുഴുവുള്ള ഭാഗമെല്ലാം മാറ്റുക, നല്ല ഭാഗം മാത്രം തിരഞ്ഞെടുക്കുക. ആദ്യം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഒരു 1/2 കിലോ ശേഖരിച്ചാൽ മതി. നിങ്ങൾക്ക് ഒരുപാട് വേണ്ട. കാര്യം നിങ്ങൾ സ്വന്തമായിട്ടല്ല ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് അനുഭവമല്ലേ വേണ്ടത്. അനുഭവത്തിലാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അനുഭവം നിങ്ങൾക്ക് വന്നാലല്ലേ അടുത്ത് നിങ്ങൾക്ക് വേണമെന്നുള്ളത് തോന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ അരസൻ പഴം ഈ പറഞ്ഞ കണക്ക് കുറച്ച് ശേഖരിച്ചാൽ മതി. ഒരു 1/2 കിലോ അടുപ്പിച്ച് ശേഖരിക്കുക. നല്ലത് പാകം മാത്രം. ഒരുപാട് പഴം പിറക്കിയാലേ നമുക്ക് ഈ 1/2 കിലോ കിട്ടുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ 5 കിലോ പിറക്കിയാലേ ഈ 1/2 കിലോ നമുക്ക് ശേഖരിക്കാൻ പറ്റുള്ളൂ. കാര്യം അത്രയ്ക്കുള്ള കേട് കാണും ഈ പഴത്തിൽ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് കേടില്ലാതെ പഴം ശേഖരിക്കണമെങ്കിൽ നിങ്ങൾ 5 കിലോ എടുത്താലേ 1/2 കിലോ കിട്ടുള്ളൂ. നല്ലത് നമ്മൾ ഉള്ളിപ്പറക്കി എടുക്കുമ്പോൾ. അല്ലാതെ എല്ലാത്തിനെയും കൊണ്ടുവന്നിട്ട് നിങ്ങൾ മറന്നുണ്ടാക്കി കളയരുത്, അത് ശരിയില്ല. ഇതാവും ഒരു 5 കിലോയ്ക്കിന് നമ്മൾ ശേഖരിക്കുമെങ്കിൽ മാത്രമേ ഒരു 1/2 കിലോ അതിൽ ഇരുന്ന് നല്ലത് കിട്ടുള്ളൂ. ഈ നല്ലതിനെ എടുത്ത് നല്ല ഉണക്കി പൗഡറാക്കണം, പൊടിച്ച് പൗഡറാക്കണം. മാക്സിമം ഉരലുണ്ടെങ്കിൽ ഉരൽ തന്നെ ഇടിച്ച് പിന്നെ പൗഡറാക്കാൻ നോക്കി. ഇല്ലെങ്കിൽ മിക്സിയിൽ വെച്ച അത് ഉരലിന് പകരമാണ് മിക്സി വന്നിട്ടുള്ളത്. അത് വലിയ കാര്യമൊന്നുമില്ല. അധികം ചൂടാകാതെ നമ്മൾ കുറേശ്ശെ അടിക്കണം. ഇന്ന് കുറച്ച് അടിച്ച് വയ്ക്കണം. അപ്പോൾ കുറച്ച് പിന്നെ പൊടിച്ച് കഴിഞ്ഞാൽ പിന്നെ വെച്ചിട്ട് കുറേ ആ ചൂട് തണുത്തതിന് ശേഷം പിന്നീട് അടിക്കാം. അങ്ങനെ ചെയ്താലും മതി. മിക്സിയിൽ ഉരൽ തന്നെ വേണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല മഷി പോലെ പൊടിക്കണം. ഈ പൊടിക്കുന്നതിലാണ് പ്രധാനം. ഈ അരിപ്പ ഉണ്ടല്ലോ, നമ്മൾ പാലരിപ്പ പോലെ അരിപ്പ ഉണ്ടല്ലോ, അരിപ്പയിൽ വെച്ച് അരിക്കണം. അരച്ച് നല്ല പൗഡറായിട്ട് നമ്മൾ മാറ്റിയെടുക്കണം. അവിടെ സർവത്രയും ഇട്ട് ഒരു 2-3 പ്രാവശ്യമായിട്ട് പൊടിച്ച് എന്ന് പറഞ്ഞാൽ ഈ കരടുകളെല്ലാം എല്ലാത്തിനും എടുത്ത് കളയരുത്. കരടിനെ തന്നെ വീണ്ടും പൊടിച്ചിട്ട് വീണ്ടും നമുക്ക് പൗഡറായി മാറും. അത് അങ്ങനെ നിങ്ങൾക്ക് അറിയാമല്ലോ. അത് അങ്ങനെ ചെയ്ത് നമ്മൾ ഈ മാറ്റി വയ്ക്കുക. ഈ നല്ല പൗഡറാക്കിയതിന് ശേഷം മാറ്റി വയ്ക്കുക. അങ്ങനെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഈ പറഞ്ഞ കണക്കിന് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ ഉരുള ഉരുട്ടണം. ഈ പൗഡർ ആക്കിയതിന് ശേഷം പിന്നെ നല്ലവണ്ണം പിന്നെ വെള്ളത്തിൽ മറ്റേ ഇത് കാടിവെള്ളം കിട്ടിയ കാടിവെള്ളം എന്ന് പറയുന്ന സംഭവം അറിയാമല്ലോ. കാടിവെള്ളം എടുത്തിട്ട്, കാടിവെള്ളം എന്ന് പറഞ്ഞാൽ അരിയലി വെള്ളം അല്ലെങ്കിൽ പഴങ്കഞ്ഞി വെള്ളം. നമ്മൾ പഴങ്കഞ്ഞി വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അതാണ് കാടി. ശരിക്കുള്ള കാടി എന്ന് പറയുന്നത് പഴങ്കഞ്ഞി വെള്ളമാണ് ശരിക്കുള്ള കാടി. അരിയലി വെള്ളം എടുക്കുന്നത് കുറച്ച് പേര് അങ്ങനെ എടുക്കണേ ഉള്ളൂ. എന്നാൽ കഞ്ഞി നല്ലപോലെ കുത്തരി കഞ്ഞി വയ്ക്കുമ്പോൾ, കുത്തരി കഞ്ഞിയാണ് അതിൻ്റെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഉള്ള ഈ കെമിക്കൽ കഞ്ഞി വെച്ചിട്ട് കഞ്ഞി വെള്ളം എടുക്കുന്നത് അതിൽ വിഷാംശം കാണും. അരി എടുത്തിട്ട് നമ്മൾ എടുക്കണമെങ്കിൽ നമ്മൾ ഈ ഇപ്പം ഇതുണ്ടല്ലോ, മറ്റെന്താ ചമ്പ പച്ചരി എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടല്ലോ, അത് വാങ്ങിച്ചിട്ട് സകല വേഗ വെച്ചാൽ അതിൽ ഇരുന്ന് കഞ്ഞിവെള്ളം കിട്ടും. ആ കഞ്ഞിവെള്ളം എടുത്തിട്ട് നമ്മൾ ഈ മരുന്ന് ഈ പൗഡർ കുളച്ചിട്ട് നെല്ലിക്ക വലിപ്പത്തിൽ ഉരുട്ടി വെയിലത്ത് വയ്ക്കണം. വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതിന് ശേഷം ദിവസം ഓരോ ഉരുള ദിവസം ഓരോ ഉരുള എടുത്ത് നമ്മൾ കഴിക്കണം. ചുമ്മാ ഒരു ഉരുളെടുത്ത് എടുത്ത് കഴിച്ച് നെല്ലിക്ക വലുപ്പത്തിൽ ഉണക്കി വെച്ചാൽ അത് ചെറുതാകും, പിന്നും ചെറുതാകും. ചെറുതായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന്
തട്ടിപ്പൊട്ടിച്ച് പിന്നെ ചൂടുവെള്ളത്തിൽ പിന്നെ കലക്കണം. കലക്കിയെടുത്ത് പിന്നെ ചൂടുവെള്ളത്തിൽ ഉറയ്ക്കുന്നതിന് ഉറച്ച് പരുവപ്പെടുത്തിയതിന് ശേഷം കഴിക്കാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. കാര്യം നമ്മൾ ഇത് കുളിയ ആക്കാതെ പൗഡറാക്കിയിട്ട് തന്നെ ചൂടുവെള്ളത്തിൽ കഴിക്കാനും പറ്റും. പക്ഷെ അത് കുളിയാക്കാൻ പിന്നെ ഈ കാടിവെള്ളത്തിൻ്റെ അംശം വരില്ല അതിൽ. എനിക്ക് മനസ്സിലായി. കാടിവെള്ളത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അതും കൂടെ ആവശ്യത്തിൻ്റെ ഒരു ഭാഗമായി മാറും. അപ്പോൾ നമ്മൾ ഈ പച്ചരി കഞ്ഞി വെച്ച് അതിലെടുത്ത് കഞ്ഞിവെള്ളം എടുത്ത് ഇത് കുഴച്ച് നമ്മൾ ഉണക്കിയതിന് ശേഷം പിന്നെ നമ്മളെടുത്ത് ഇതിനെ പാകപ്പെടുത്തണം. അത് പിന്നെ നമ്മൾ ഉരുട്ടി പിന്നെ ഇത് നല്ല മിക്സ് ചെയ്ത് നമ്മൾ ഉണക്കിയെടുത്ത് പിന്നെ മിക്സിയിൽ വീണ്ടും പൊടിച്ചെടുത്താൽ പിന്നെ നമ്മൾ ഈ പറഞ്ഞ കണക്കിന് ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കാം. അതല്ലെങ്കിൽ ഈ ഉരുള തന്നെ എടുത്ത് നമ്മൾ ഉറച്ച് അല്ലെങ്കിൽ തട്ടിപ്പൊട്ടിച്ച് നല്ല വെള്ളത്തിലിട്ട് തട്ടിപ്പൊട്ടിച്ച് ചൂടുവെള്ളത്തിൽ ഇട്ടാൽ അലിഞ്ഞ് ഇതാവണം. വെള്ളമായി വീണ്ടും ഇത് വെള്ളത്തോടെ മിക്സായി വരണം. അങ്ങനെ വരുത്തിയിട്ട് നമ്മൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞ പോലത്തേക്ക് ഇത് ഈ ഉരുളയെടുത്തിട്ട് ഉറയ്ക്കും. ഈ ചട്ടി കാണും, ചട്ടിയിൽ ഉറയ്ക്കുമ്പോൾ അത് തീരും. ഉറച്ചതിന് ശേഷം ചൂടുവെള്ളം ഒളിച്ച് ഉറയ്ക്കുന്ന സമയത്ത് തന്നെ ഈ വെള്ളമായിട്ട് മിസ്സാവും. മിസ്സായതിന് ശേഷം അതിനെയാണ് നമ്മൾ എടുത്ത് കുടിക്കുന്നത്. അപ്പോൾ ദിവസവും ഓരോ കുളിയ, രാവിലെ ഒന്ന് വൈകുന്നേരം കുളിയും. ഇങ്ങനെ 2 ഗുളിക വീതം നിങ്ങൾ കഴിച്ച് വന്നാൽ മാത്രം മതി. 48 ദിവസം നിങ്ങൾ കഴിച്ചിട്ട് പറയും നിങ്ങൾ ഈ പിന്നെ ശ്വാസമുട്ടലിന് കുറവില്ലെങ്കിൽ അപ്പോഴും പറയും 48 ദിവസം ഇത് കഴിക്കണം. രാവിലെയും വൈകുന്നേരം ഓരോ ഉരുള വീതം 1/2 കിലോ ശേഖരിച്ച് നിങ്ങൾ വെച്ചാൽ ഈ 48 ദിവസത്തേക്ക് കഴിക്കാനുള്ളത് കിട്ടും. ഞങ്ങൾ 1/2 കിലോ തന്നെയാണ് എടുക്കുന്നത്. 1/2 കിലോ പൗഡറാണ് നമ്മൾ എടുക്കുന്നത്. 1/2 കിലോ പൗഡർ എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കണക്കിന് 48 ദിവസത്തേക്ക് കഴിക്കാൻ കിട്ടും. അതാണ് ഞങ്ങളെ കണക്ക്. അപ്പോൾ നമ്മൾ ഇത് കണക്ക് നിങ്ങളത് കഴിച്ച് നോക്കി, കഴിച്ചിട്ട് നിങ്ങൾ തന്നെ മനസ്സിലാവും. നിങ്ങൾക്കറിയാം ശ്വാസം മുട്ട് എത്രത്തോളം കുറഞ്ഞിരിക്കണം എന്നുള്ളത്. ഇത് നേച്ചുറൽ മരുന്നാണ്. ഏതൊരു കെമിക്കലോ എന്തോ ഒരു സാധനവും ഇല്ലാത്ത ഒരു ഔഷധമാണ്. ഇത് നാട്ടുമരുന്നാണ്. പണ്ടുള്ള ആൾക്കാർ കഴിച്ച് അനുഭവിച്ച് അറിഞ്ഞ ഒരു മരുന്നാണ്. എല്ലാവർക്കും ഗുണമുള്ളതാണ്. ഇതുകൊണ്ട് ഏതൊരു സൈഡ് എഫക്റ്റും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഇത് കഴിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഏതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഗുണമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു 48 ദിവസം നിങ്ങൾ കഴിച്ചിട്ട് പറയുക. ഇപ്പോൾ ഒരുപാട് സമയമായിപ്പോയി. ഇത് തന്നെ വീഡിയോ ഒരുപാട് നീണ്ടുപോയി. ഇത്രയും സമയം ക്ഷമയോടെ ഇരുന്ന് കേട്ട് ഇത് മനസ്സിലാക്കിയതിന് നന്ദി. ഈ മനസ്സിലാക്കിയവർ കൃത്യമായിട്ട് ഇത് ചെയ്ത് നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ ഗുണം പറയും ഞങ്ങൾക്ക്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊന്നും സത്യസന്ധമായിട്ടുള്ള സാധനങ്ങളാണ്. ഇതൊന്നും വേറെ ഉള്ള ഇതല്ല. ഇനി അടുത്ത മരുന്നുമായിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ വരാം. ഇന്നത്തേക്ക് ഈ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.